പാലക്കാട് ഏലപ്പുള്ളിയിലെ മദ്യനിർമ്മാണ കമ്പനിക്കുള്ള അനുമതി പുനഃപരിശോധിക്കണമെന്ന് പഞ്ചായത്ത് ഭരണസമിതി തീരുമാനത്തെ ബിജെപി അംഗങ്ങൾ പിന്തുണച്ചപ്പോൾ യോജിക്കാനും വിയോജിക്കാനുമില്ല എന്ന് സിപിഎം അംഗങ്ങൾ. യുഡിഎഫ് ഭരിക്കുന്ന ഏലപ്പുള്ളി പഞ്ചായത്ത് ഭരണസമിതി പ്രത്യേക യോഗം ചേർന്നാണ് സർക്കാരിനെ വിയോജിപ്പ് അറിയിക്കാൻ തീരുമാനിച്ചത്. യുഡിഎഫ് ഭരിക്കുന്ന ഏലപ്പുള്ളി പഞ്ചായത്ത് ഭരണസമിതി പ്രത്യേക യോഗം ചേർന്നാണ് സർക്കാരിനെ വിയോജിപ്പ് അറിയിക്കാൻ തീരുമാനിച്ചത്. ഗവൺമെന്റിലേക്ക്, മുഖ്യമന്ത്രിക്ക്, എക്സൈസ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിക്ക്, ജലവിഭവ വകുപ്പ് മന്ത്രിക്ക്, അതുപോലെ തന്നെ കൃഷി മന്ത്രിക്ക് ഒക്കെ ഒരു ഇന്നത്തെ തീരുമാനത്തിന്റെ കോപ്പി ഇന്ന് തന്നെ മെയിൽ അയക്കാനായിട്ട് ഇന്നത്തെ യോഗം തീരുമാനിച്ചിട്ടുണ്ട്. 22-അംഗ ഭരണസമിതിയിൽ 8 യുഡിഎഫ് അംഗങ്ങളും 5 ബിജെപി അംഗങ്ങളും തീരുമാനത്തെ പിന്തുണച്ചു. 8 പേരിൽ യോഗത്തിൽ പങ്കെടുത്ത 5 എൽഡിഎഫ് അംഗങ്ങൾ തീരുമാനത്തെ എതിർത്തു. യുഡിഎഫ് മൗനാനുവാദം നൽകിയെന്ന ബിജെപി അംഗങ്ങളുടെ പരാമർശത്തിൽ തർക്കവുമുണ്ടായി. എന്തുകൊണ്ടാണ് AS ഓൺലൈൻ മീറ്റിംഗിൽ സമ്മതം കൊടുത്തു എന്നുള്ളതിന്റെ വ്യക്തമായ റിപ്പോർട്ട് ഞങ്ങൾക്ക് സെക്രട്ടറി തരാൻ കഴിഞ്ഞിട്ടില്ല. തൊട്ടില്ല എന്നുള്ള രീതിയിലാണ് സെക്രട്ടറി അടക്കം മറുപടി കിട്ടിയത്. എന്നാൽ എവിടെയും തൊടാതെയുള്ള നിലപാടാണ് സിപിഎം അംഗങ്ങൾ സ്വീകരിച്ചത്. സർക്കാർ അനുമതി കൊടുത്തിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവർ കമ്പനിക്കാർ ചെയ്യും. ഞങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട് ഒന്നും പറയാനില്ല. ഏലപ്പുള്ളിയെ മരുഭൂമിയാക്കാനുള്ള തീരുമാനം പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ട് ബിജെപി പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. ിലും സർക്കാർ ഏലപ്പുള്ളി പഞ്ചായത്തിൽ തന്നെയായിരുന്നു MP ഗ്രൂപ്പിന് മദ്യനിർമ്മാണശാലയ്ക്ക് അനുമതി നൽകിയത്. പക്ഷേ അന്ന് ഏതാനും ദിവസങ്ങളുടെ സമരത്തിനൊടുവിൽ MP ഗ്രൂപ്പ് പദ്ധതിയിൽ നിന്ന് പിന്മാറി. ഒയാസിസ് ഗ്രൂപ്പ് ഇനി എന്ത് ചെയ്യുമെന്നാണ് കണ്ടറിയാനുള്ളത്. മൽഘോഷിനൊപ്പം G. പ്രസാദ് കുമാർ, മാതൃഭൂമി ന്യൂസ്.